ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, സോറി, ഇന്നത്തെ എൻ്റെ ദിവസം ശരിയല്ല. ഞാനൊരു കുറച്ച് ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ബട്ട് നിങ്ങൾക്ക് വേണ്ടി മെസ്സേജ് എടുത്തിട്ടേക്കാം എന്ന് വിചാരിച്ചു. അതൊരു റെഗുലറായിട്ട് ഇങ്ങനെ പോകുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ചെറിയ റീഡിംഗ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആക്ച്വലി എൻ്റെ വളരെ ഞങ്ങളുടെയൊക്കെ കൂട്ടുകാരി, ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട്, സ്കൂളിൽ കൂടെ പഠിച്ചതാണ്. അവൾ പെട്ടെന്ന് മരണപ്പെട്ടു എന്നുള്ള ന്യൂസ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വല്ലാത്തൊരു വിഷമമാണ്. ബിക്കോസ് നമ്മൾ അതും പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള അറിയുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ ഉള്ള ആ ഒരു വിഷമം, അതിങ്ങനെ പല കാര്യങ്ങളും ശരിക്കും മനസ്സിലേക്ക് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവും പല കാര്യങ്ങളും പലതരത്തിലും. സാറില്ല, എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. ജസ്റ്റ് സാറില്ല, ഞാൻ അവൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അവൾക്ക് വെറും 49 വയസ്സാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക അവൾക്ക് അവളുടെ സോൾ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ കഴിയട്ടെ അവൾക്ക്. ആക്ച്വലി അവൾ കുറേ ആയിട്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ മുമ്പേ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവൾ അത് ഓവർകം ചെയ്തു. പക്ഷെ വളരെ ഞാനിപ്പോൾ നിങ്ങളോട് പോസിറ്റീവായിട്ട് ഇപ്പോൾ ഇത് പറയുമ്പോൾ ശരിക്കും ഇന്ന് ഞാൻ അതുകൊണ്ട് കൂടിയാണ് അവളെപ്പറ്റി ഞാൻ എടുത്ത് പറയുന്നത്. ബിക്കോസ് അവൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നു. എന്ത് പ്രശ്നത്തിലും എന്ത് വിഷമത്തിലും അവൾ ഇല്ല, അതിനെനിക്ക് നമുക്ക് നിങ്ങളൊന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ആളാണ്. സോ അതുപോലെ അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാനിന്ന് റീഡിങ് എടുക്കണം എന്ന് വിചാരിച്ചത്. ബിക്കോസ് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലേ, അത് നമ്മളും അതാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സോ ഞാൻ കൂടുതൽ സാഡായിട്ട് പറയുന്നില്ല. വിഷമമുണ്ട്, സങ്കടമുണ്ട്, പക്ഷേ ഓക്കെ, എന്തായാലും നിങ്ങൾക്കുള്ള ചെറിയൊരു ഗൈഡൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ വീക്കെൻഡ് ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, മൂൺ കാർഡ്. ഓക്കെ, നൈറ്റ് ഓഫ് സോഡ്സ് ആൻഡ് 4 of swords. മൂൺ കാർഡ് ഇവിടെ പറയുന്നത് കുറച്ച് 9 of wands, 7 of wands. ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതായത് എടുത്തു ചാടി ഡിസിഷൻസ് ഒന്നും എടുക്കേണ്ട, തീരുമാനങ്ങളൊന്നും പെട്ടെന്ന് എടുക്കരുത്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ എടുത്തു ചാടി ചെയ്യേണ്ട. ഓക്കെ, കാരണം ഇവിടെ ചിലതിപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ അല്ല, ആ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളോട് പറയുന്നത് പെട്ടെന്ന് ഒരു സഡൻ ഡിസിഷൻസ് ഒന്നും എടുക്കാതിരിക്കുക. ഈ സമയത്ത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബ്രേക്ക് എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഒന്ന് ബ്രേക്ക് എടുക്കുക, ഒന്ന് മാറി നിൽക്കുക, അല്ലാത്തൊന്നും ഓക്കെ തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. പെട്ടെന്ന് ആരോടെങ്കിലും നമ്മൾ ഹാർഷായിട്ടൊന്നും സംസാരിക്കാതിരിക്കുക. ആരോടും നമ്മൾ അധികം ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. കാരണം ഇവിടെ 9 of wands ഉണ്ട്, 7 of wands ഉണ്ട്, 8 of cups ഉണ്ട്. എല്ലാം പറയുന്നത് ഒരു ഡിറ്റാച്ച്മെൻറ്റ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തൽക്കാലം എല്ലാത്തൊന്നും ഒന്ന് മാറി നിൽക്കുക. ഓക്കെ, ആരോടും അധികം ഒന്നും സംസാരിക്കാൻ നിൽക്കരുത്, ആരോടും തീരുമാനങ്ങളൊന്നും എടുക്കണ്ട, ഒന്നും പേപ്പർ സൈനിങ് ഒന്നും ചെയ്യരുത്. യാത്രകൾ കുറച്ച് സൂക്ഷിക്കുക. ഓക്കെ, അത് ആവശ്യം ഇതെല്ലാം എന്നാലും പറയാം. ജസ്റ്റ് യാത്രകൾ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കുന്നല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് സൂക്ഷിച്ച് പോവാം. ഓക്കെ, എന്തോ ഒരു ചെറിയൊരു മൂണിൻ്റെ ഒരു എഫക്റ്റ് കൂടി കാണുന്നുണ്ട്. സോ ഇവിടെ എന്തായാലും ഒരു ഇമോഷണൽ എന്ന രീതിക്ക് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്ലാരിറ്റി ഇല്ല, നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ അതായത് ആ കാര്യം നിങ്ങളുടെ മുമ്പിലുള്ളത് നിങ്ങളെ വല്ലാതെ ഇമോഷണലി അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുള്ള പോലെയാണ്. സോ അതിനെക്കുറിച്ച് നിങ്ങൾ എന്തോ തിരിച്ചറിയാനുണ്ട്. ഓക്കെ, അവർ മേ ബി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ എന്ന രീതിക്കാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്യൂ. ഒരു ബൗണ്ടറി വെക്കാനും പറയുന്നുണ്ട് ഇവിടെ നിങ്ങളോട്. ബൗണ്ടറി വെക്കാൻ, അല്ലെങ്കിൽ ഡിഫെൻസീവ്നെസ് ഒക്കെ കാണുന്നുണ്ട്, 8 of cups കാണുന്നുണ്ട്. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഐ തിങ്ക് ഇവിടെ മെയിൻലി ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം അല്പം എല്ലാത്തിൽ നിന്നൊന്ന് മാറി നിൽക്കൂ എന്നുള്ളൊരു എനർജിയാണ്. ഓക്കെ, ജസ്റ്റ് റിലാക്സ്, റെസ്റ്റ്, അതിനുശേഷം തീരുമാനങ്ങൾ എടുത്താൽ മതി എന്ന രീതിയിലാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. സോ എന്തോ ഒരു സിറ്റുവേഷൻ, അത് എന്തായാലും വെച്ചാൽ ക്ലാരിറ്റി വന്നിട്ടില്ല നിങ്ങൾക്കിനിയും. ആ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഐ തിങ്ക് നിങ്ങൾക്കിനിയും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, ഇല്യൂഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. സോ ബി കെയർഫുൾ. ഓക്കെ, അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒന്നും അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ളൊരു സമയം വരും. ഓക്കെ, മേ ബി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിയിലാണ് കാണുന്നത്.
എന്തെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാണിച്ചിട്ടുണ്ടാവുക. ചാരിറ്റും ഉണ്ട്. അഗൈൻ യാത്രകളെ കുറിച്ച് കാണുന്നുണ്ട്. 10 ഓഫ് പെന്റിക്കിൾസ്. സി ഓവറോൾ ഇത് പിന്നീട് നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിയാവും. 6 ഓഫ് സോർഡ്സും ഉണ്ട്. യെസ്, കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാവും, ബെറ്റർ ആവും. നിങ്ങൾക്ക് മുന്നോട്ട് പിന്നീട് അത് ഗുണം കിട്ടും അതിൻ്റെ. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ആ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുകയാണ്. ഓക്കെ, അതിനുശേഷം പക്ഷെ മുന്നോട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. ഓക്കെ, പ്രോഗ്രസ് ഉണ്ടാവും. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈവൻ യാത്ര ഞാൻ ഓൾറെഡി പറഞ്ഞു, കാറ്, സോ ട്രാവൽ നിങ്ങൾ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കും. ഓക്കെ, ബട്ട് ഇപ്പോൾ മേ ബി അത് തടസ്സമുണ്ടെങ്കിൽ തന്നെ അതൊരു ഡിലേ വന്നിട്ടുണ്ടാവാം. ബട്ട് കാരണം അതിലെന്തൊക്കെയോ ക്ലാരിറ്റി, കുറേ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി മേ ബി ചിലപ്പോൾ കാര്യങ്ങൾ നമ്മൾ ഇനിയും ചെയ്യാനുണ്ടാവാം. അതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളതിലെന്തെങ്കിലും ഇനിയും കൂടുതൽ പേപ്പർ വർക്കോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾ പഠിക്കാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാനോ ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളോടൊന്ന് പോസ് ചെയ്യാൻ പറയുന്നത്. എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയ ശേഷം മുന്നോട്ട് പോവാം എന്ന രീതിക്കാണ്. ആൻഡ് മുന്നോട്ട് മൂവ്മെൻറ്റ് ഉണ്ട്, പേടിക്കേണ്ട. 10 ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ യെസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലതിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. 10 ഓഫ് പെന്റിക്കിൾസ് നമ്മൾ കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ മണി വൈസ് എന്തെങ്കിലും അബണ്ടൻസ് എന്ന രീതിക്കൊക്കെ എടുക്കാം. ഫാമിലി ഹാപ്പിനെസ് എന്നും പറയാം. ഫാമിലിയിൽ എന്തെങ്കിലും അങ്ങനെ പല കാര്യങ്ങളുമാണ് നമ്മൾ ഈവൻ മാരേജ് ഒക്കെ പറയും. ഓക്കെ, സോ പല കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോന്നാവാം. അതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, പേടിക്കേണ്ട. ബട്ട് തൽക്കാലം ഒരു ഇപ്പോൾ കുറച്ചൊരു ടർബുലൻറ്റ് ടൈമാണ്. അതായത് ഇപ്പോൾ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു വ്യക്തതയില്ല, ചില കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല. സോ അതൊന്ന് തെളിഞ്ഞ് വരട്ടെ. ഓക്കെ, അതിന് ശേഷം യെസ് നിങ്ങൾക്ക് നല്ലത് വരും എന്നാണ്. യെസ്, 10 ഓഫ് കപ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, സോ വളരെ നല്ലത് നിങ്ങൾക്ക് മുന്നോട്ട് വരും. ഓക്കെ, ബട്ട് കുറച്ചൊരു മേ ബി കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം, ഫാമിലിയിലായിരിക്കാം, റിലേഷൻഷിപ്സിലായിരിക്കാം, എന്ത് കാര്യത്തിലായാലും മുന്നോട്ട് കാര്യങ്ങൾ നടക്കും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും യാത്ര പോകാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നീട് നല്ലതായിരിക്കും. ഒന്ന് ഡിലേ ചെയ്തിട്ട് പിന്നീട് പോയിക്കോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നല്ല തന്നെയായിരിക്കും. നിങ്ങൾ പോയാലും അതിലൊരു സക്സസ് ഒക്കെ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ സക്സസ് വരും. ഓക്കെ, ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി, റിമെമ്പർ ദാറ്റ് യു ആർ എനഫ്. ഓക്കെ, അത് നിങ്ങളോട് എന്തുകൊണ്ടോ കുറച്ച്. ഓക്കെ, പ്രിപ്പയർ ഫോർ ട്രാൻസ്ഫോർമേഷൻ, ഷെയർ യുവർ ലൈറ്റ് ആൻഡ് എംബ്രേസ് യുവർ ഒത്തൻറ്റിസിറ്റി. ഇവിടെ നിങ്ങളോട് പറയുന്നത് ഓക്കെ, ഒന്നാമത് നിങ്ങളോട് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് ആർട്ടും ക്രാഫ്റ്റും മാത്രമല്ല പറയുന്നത്, നമ്മൾ ഐഡിയാസ് യൂസ് ചെയ്ത് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഐ തിങ്ക് ഇവിടെ നമ്മൾ ഈ സിറ്റുവേഷൻ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കൂ എന്നുകൂടിയായിരിക്കും. ഓക്കെ, നമുക്ക് വഴികൾ തെളിഞ്ഞ് കിട്ടും. ഇപ്പോൾ തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത് തെളിഞ്ഞ് കിട്ടും നമുക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ റിമെമ്പർ ദാറ്റ് യു ആർ ഇനഫ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അവനവൻ്റെ മേലെ കോൺഫിഡൻസും വെക്കൂ എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനെ നമ്മൾ തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ അവനവനെ എവിടെയെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം, അവനവനെ ഡൗട്ട് ചെയ്യുന്നുണ്ടാവാം. സോ അത് ചെയ്യാതിരിക്കുക, കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഡോണ്ട് വറി. നിങ്ങൾ യു ആർ ഇനഫ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ഇനഫ് ആണ് എന്ന്. ഞാനിവിടെ പ്രിപ്പയർ ഫോർ ട്രാൻസ്ഫോർമേഷൻ പറയുന്നുണ്ട്. സോ ഒരു മാറ്റത്തിൻ്റെ സമയമാണിത്. സോ നിങ്ങൾ ഈ റെസ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ബ്രേക്ക് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുന്ന ഒരിക്കലും കരുതരുത്. അതൊരു മാറ്റത്തിനുള്ള സമയമാണെന്നാണ് പറയുന്നത്. ചാരിറ്റും നമ്മളൊരു സ്ഥലം മാറ്റം, ജോലി മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പ് പോലെ എല്ലാം ഞാൻ പറഞ്ഞു. ഓക്കെ, ഈവൻ അബ്രോഡ് പോലോ എന്ത് തന്നെയായാലും ഒരു മാറ്റത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക്. അല്ലെങ്കിൽ മാത്രമല്ല ഇവിടെ കാര്യങ്ങൾ സ്റ്റക്കായിരുന്നത് മുന്നോട്ട് പോകാൻ തുടങ്ങും എന്നുകൂടിയാണ്. ഷെയർ യുവർ ലൈറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഓക്കെ, മറ്റുള്ളവർക്ക് കൂടി പോസിറ്റീവ്നെസ് പകർന്നു കൊടുക്കാം. എംബ്രേസ് യുവർ ഒത്തൻറ്റിസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഓക്കെ അത് അങ്ങനെ തന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ റിയൽ ആയിട്ടിരിക്കുക എപ്പോഴും. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളെ തന്നെ നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ബി യുവർ സെൽഫ്. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളിൽ എനിക്ക് അവളെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർമ്മ വരികയാണ്. എനിവേ, നമുക്ക് ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ചില കാര്യങ്ങളൊക്കെ വരും, പ്രശ്നങ്ങളൊക്കെ വരും, തടസ്സങ്ങൾ വരും, ചില സമയത്ത് ഡിലേസ് വരും, പലതും വരും. പക്ഷെ നമ്മൾ അവനവനെ സ്ട്രോങ് ആക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, എല്ലാവർക്കും സന്തോഷവും എല്ലാം ഉണ്ടാവട്ടെ. ബ്ലെസ്ഡ് ആയിട്ടിരിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.